നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ. 137 രൂപ സ്റ്റോക്കിൻ്റെ വില. 38,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 21.66. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ച പുറത്തു വന്നിരുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് 38% വർദ്ധിച്ച് 425 കോടിയായി മാറി. റവന്യൂ 25% വർദ്ധിച്ച് 1,698 കോടിയിൽ നിന്നും 2,130 കോടിയിലേക്കെത്തി. കൂടാതെ സീക്വൻഷ്യൽ ബേസിസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്രോസ് NPA 4.13% നിന്നും 3.75%, നെറ്റ് NPA 1.97% നിന്നും 1.68%ലേക്കുമാണ് ഇംപ്രൂവ് ആയിരിക്കുന്നത്. അതേസമയം ഇയർ ഓൺ ഇയർ ബേസിസിൽ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയിട്ടുണ്ട്. ഗ്രോസ് NPA 2.68%, നെറ്റ് NPA 1.50%, രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോൺ ബുക്കിൽ 28% വർധനവുണ്ടായി. 87,975 കോടി രൂപയുടെ ടോട്ടൽ ലോണാണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. ഇത് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ലോൺ ഇഷ്യൂ ആയ 68,960 കോടിയേക്കാളും 28% ഉയർന്നതാണ്. കൂടാതെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 32%-ഓളം ഉയരുകയും കമ്പനിയുടെ നെറ്റ് വർത്ത് 38% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 9,842 കോടിയിൽ നിന്നും 13,537 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. റിന്യൂവബിൾ എനർജി ട്രാൻസിഷൻ്റെ ഉയർന്ന വളർച്ച തന്നെയാണ് ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് ഇറാഡ എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. 130 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 150 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. 136 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 6 മാസം കൊണ്ട് 20% റിട്ടേൺ നൽകിയ ഓട്ടോമൊബൈൽ OEM കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. 3,679 രൂപ സ്റ്റോക്കിൻ്റെ വില. 4.41 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.02. കമ്പനിയുടെ ഡിസംബർ മാസത്തെ ടോട്ടൽ സെയിൽസിലും പ്രൊഡക്ഷൻ വോളിയത്തിലും വർധനവുണ്ടായെങ്കിലും എക്സ്പോർട്ടിൽ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് വോളിയം ഇയർ ഓൺ ഇയറിൽ 27% വർദ്ധിച്ച് 67,252 യൂണിറ്റിൽ നിന്നും 85,501 യൂണിറ്റിലേക്ക് ഉയർന്നു. ടോട്ടൽ പ്രൊഡക്ഷൻ വോളിയം 25.4% വർദ്ധിച്ച് 55,015 യൂണിറ്റിൽ നിന്നും 68,992 യൂണിറ്റിലേക്ക് ഉയരുകയും ടോട്ടൽ എക്സ്പോർട്ട് വോളിയം 10% ഇടിഞ്ഞ് 3,142 യൂണിറ്റിൽ നിന്നും 2,849 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനി വളരെ പോപ്പുലർ ആയിട്ടുള്ള SUV 3XOയുടെ ഇലക്ട്രിക് വേരിയൻറ്റ് ജനുവരി 6 ലോഞ്ച് ചെയ്തിരുന്നു. 285 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് വെഹിക്കിൾ മോഡലാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുന്നുണ്ട്. പെർഫോമൻസ് പോസിറ്റീവാണ്. കൂടാതെ മികച്ച രീതിയിലുള്ള ഡിസംബർ മാസത്തെ സെയിൽസ് വരുന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ്. തേജസ് നെറ്റ്വർക്ക് 418 രൂപ സ്റ്റോക്കിൻ്റെ വില. 7,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. തേജസ് നെറ്റ്വർക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ടാണ് നാളെ തേജസ് നെറ്റ്വർക്കിനെ ശ്രദ്ധിക്കേണ്ടത്. ആൾറെഡി 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 410 രൂപ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് നാളെ സ്റ്റോക്ക് ചിലപ്പോൾ അതിൻ്റെ എക്സിസ്റ്റിംഗ് 52 വീക്ക് ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തേജസ് നെറ്റ്വർക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 165 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ 196 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിലായിരുന്നു 165 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കമ്പനി 196 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 88% ഇടിഞ്ഞ് 2,642 കോടിയിൽ നിന്നും 306 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. പെർഫോമൻസ് മോശമായതിന് പിന്നിലെ പ്രധാന കാരണം BSNLൻ്റെ സൈഡിൽ നിന്നുള്ള ചില പർച്ചേസ് ഓർഡറിൽ വന്ന ഡിലേ ആണ്. ഏകദേശം 1,526 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ BSNL ഡിലേ ചെയ്തതുകൊണ്ടാണ് കമ്പനിയുടെ പെർഫോമൻസ് മോശമായത്. ഇനി 9 മന്ത് പെർഫോമൻസ് നോക്കിയാലും കമ്പനി ലോസിലേക്ക് എത്തിക്കഴിഞ്ഞു. 697 കോടി രൂപയുടെ നെറ്റ് ലോസാണ് കഴിഞ്ഞ 9 മന്ത് പെർഫോമൻസിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ റവന്യൂ 89% ഇടിഞ്ഞ് 793 കോടിയിലേക്ക് എത്തുകയും ചെയ്തു.
അതോടൊപ്പം തന്നെ 537 കോടി രൂപയുടെ ക്യാഷ് ഡിസംബർ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി പ്രധാനമായും പോർട്ട്, മൈൻസ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള 5G ഡിപ്ലോയ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 5G റേഡിയോ നെറ്റ്വർക്ക് സപ്ലയറായും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഏകദേശം 85 കോടി രൂപയുടെ PLI ഇൻസെൻറ്റീവ് 2025 മാർച്ച് ക്വാർട്ടറിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് നാളെ തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്ക് ബിയറിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായ 400-410 എന്ന സപ്പോർട്ടുകൾ നാളെ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ 400 എന്ന സപ്പോർട്ട് നഷ്ടമായതിനു ശേഷവും സ്റ്റോക്കിൽ വീക്ക്നെസ് നിലനിൽക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഗ്രാജ്വലി 250 എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്